ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊക്കെ അറിയാം, നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചാനൽ ഏത് കണ്ടന്റ് ആണോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ചാനലിൽ ഒരു പേരിടുക. ചില ആളുകളൊക്കെ സ്വന്തം പേരിലും ചാനൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ലൊരു പേര് സെലക്ട് ചെയ്തിട്ടിടും. അതുപോലെ തന്നെ തൻ്റെ ക്യാരക്ടറിന് യോജിച്ച, തൻ്റെ സ്വഭാവത്തിന് യോജിച്ച ഒരു പേര് സെലക്ട് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് ചെകുത്താൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നല്ലൊരു പേരുണ്ട്, അജു എന്നോ മറ്റോ നല്ലൊരു പേരുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പേരിടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ചെകുത്താൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരു ചെകുത്താൻ്റെതാണ്. അതുകൊണ്ടാണ് യൂട്യൂബ് ചാനലും ചെകുത്താൻ എന്ന പേര് വന്നത്. നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. കാരണം കുറേ കാലമായിട്ട് ഇയാളെക്കുറിച്ച് നിരന്തരം പലരും വീഡിയോ ചെയ്യുന്നുണ്ട്, പലരും ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക്, സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇടപെടുന്നവർക്കൊക്കെ ഇയാളെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഇപ്പോൾ മോഹൻലാൽ വയനാട് പോയതിനെ പറ്റിയിട്ടാണ് ഇയാൾക്ക് കംപ്ലൈൻറ്റ്. എല്ലാവർക്കും അറിയാം, മോഹൻലാലിനെ കാണുന്നത് ഇയാൾക്ക് ചതുർത്ഥി കാണുന്നത് പോലെയാണ്. എന്തോ മുൻ വൈരാഗ്യം ഉള്ളതുപോലെയാണ് മോഹൻലാലിനെ പറ്റി പറയുന്നതും മോഹൻലാലിന്റെ സിനിമകളെ പറ്റി പറയുന്നതും കളിയാക്കുന്നതും ഒക്കെ. പലരെ പറ്റിയും ഇയാൾ കളിയാക്കിയും വിമർശിച്ചുകൊണ്ടും വീഡിയോ ചെയ്യാറുണ്ട്. പറയുന്നത് മുഴുവൻ തെറിയാണ്. നമുക്ക് ആളുകൾക്ക് കേട്ടാൽ സഹിക്കാത്ത രീതിയിലുള്ള തെറികളും തരംതാണ പദപ്രയോഗങ്ങളും കളിയാക്കലുകളാണ് ഇദ്ദേഹത്തിന്റെ മിക്ക വീഡിയോയിലും ഉള്ളത്. ഒരു മനുഷ്യനെ എത്രമാത്രം ചവിട്ടി തേക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഒരു സിനിമയെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നതും ഒരു മനുഷ്യനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നതും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ. മുമ്പ് ബാലിയായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ കേസും വഴക്കൊക്കെ ഉണ്ടായതാണ്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് അടങ്ങിയതാണ്. വീണ്ടും തലപൊക്കി ലാലേട്ടനെയും ഇവരെയൊക്കെ ദുഷിച്ച വർത്താനം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു തുടങ്ങി. ഇപ്പൊ ലാലേട്ടൻ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്ത് പട്ടാള വേഷത്തിൽ സന്ദർശിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ പ്രകോപിതരാക്കിയത്. അതിന്റെ പേരിൽ കുറെ വീഡിയോ ചെയ്യുകയും ചെയ്തു. എന്താവശ്യത്തിനാണ് ഇയാൾ അവിടെ പോയത്, ഇയാൾക്ക് എന്തിനാണ് പട്ടാളക്കാർ കൂട്ടുപോയത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ലാലേട്ടനെ അപമാനിച്ചുകൊണ്ട്, നമ്മുടെ ഇന്ത്യൻ ആർമീനെ അപമാനിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത്. ഇതുവരെ ലാലേട്ടൻ പ്രതികരിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ, ലാലേട്ടനെ ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അത് അദ്ദേഹത്തെ ബാധിക്കില്ല. ഒരു നടൻ എന്ന നിലയിലായാലും വ്യക്തി എന്ന നിലയിലായാലും എന്ത് പറഞ്ഞാലും അത് അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളെയോ ഒന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. നമുക്കറിയാം, പിന്നെ ഈ കുറുക്കന്മാര് കിടന്ന് ഓരിയിടുമ്പോൾ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അതുപോലെ ഓരിയിട്ടിട്ട് പൊയ്ക്കോട്ടെ, എന്നെ അത് ബാധിക്കില്ല, ഞാനിതൊന്നും കേൾക്കാറും കാണാറുമില്ല, ഞാൻ മൈൻഡ് ചെയ്യാറില്ല, എന്തോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇത്രയും കാലം ലാലേട്ടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് പേര് ലാലേട്ടനെ വിമർശിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തെ വരെ എടുത്തു വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കറിയാം, ആറാട്ടണ്ണനൊക്കെ എന്തൊക്കെ തോന്നിയാസാണ് ലാലേട്ടനെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരു കേസ് കൊടുക്കാനോ ഇവർക്കെതിരെ ഏതെങ്കിലും മീഡിയയിൽ ചെന്നിരുന്ന് സംസാരിക്കാനോ ലാലേട്ടൻ തയ്യാറായിട്ടില്ല. കാരണം അത്രമാത്രം പ്രാധാന്യം അദ്ദേഹം ഇവർക്കൊക്കെ നൽകിയിട്ടുള്ളൂ. പട്ടി എവിടെയെങ്കിലും കിടന്ന് കുരയ്ക്കുന്നത് കേട്ടിട്ട് ചന്ദ്രൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ, അതുപോലെയാണ് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇത്തരക്കാർക്ക് നല്ലതും. കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇവന്മാർ കുരച്ചിട്ട് പോയിക്കോട്ടെ, നമ്മുടെ വിലപ്പെട്ട സമയം ഇവന്മാരുടെ ഒന്നും പുറകെ പോയി ചെലവാക്കാനില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് മിക്ക ആൾക്കാരും എടുക്കാറുള്ളത്. അത് നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആണ്, ഗുരുതരമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഇവൻ തോന്നിയാസം പറഞ്ഞിരിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ പട്ടാളത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പട്ടാളക്കാരനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ലാലേട്ടനെ ടെറിട്ടോറിയൽ ആർമിയിലെ കേണലായിട്ട് പദവി കിട്ടിയതാണ്. അപ്പൊ അദ്ദേഹം നിലവിൽ ഒരു പട്ടാളക്കാരൻ കൂടിയായിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുന്ന ദുരന്ത ഭൂമിയിലെ അദ്ദേഹത്തിന്റെ വിങ്ങിൽപ്പെട്ട പട്ടാളക്കാര് പ്രവർത്തിക്കുമ്പോൾ കേണൽ സ്ഥാനമുള്ള അദ്ദേഹം അവിടെ ചെല്ലേണ്ടത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അദ്ദേഹം അവിടെ ചെല്ലണം, അതാണ് അതിന്റെ കടമ. ചെന്നില്ലെങ്കിലാണ് നമ്മൾ പരാതി പറയേണ്ടത്. കാരണം അദ്ദേഹം മദ്രാസ് റെജിമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ടെറിട്ടോറിയൽ ടീം. അപ്പൊ ആ ടീമിന്റെ ഭാഗമാണ് ലാലേട്ടൻ. ആ ടീം വയനാട് ദുരന്തം ഉണ്ടായ ഒന്നാമത്തെ ദിവസം മുതൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള പട്ടാളക്കാരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ അവിടെ ചെല്ലേണ്ടത് അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആർമി വേഷത്തിൽ തന്നെ അവിടെ ചെന്നു. അതാണ് അതിന്റെ റൂള്, അല്ലെ? അദ്ദേഹം കേണലായിട്ട് അവിടെ ചെല്ലുമ്പോൾ വേറെ ഡ്രസ്സ് ഇട്ട് പോകാൻ പാടില്ല, ആർമിയുടെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വേണം പോവാൻ. അതിട്ട് പോയി തന്റെ സബോർഡിനേറ്റ്സിനെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ അതിൽ എന്ത് തെറ്റാണ് ഇദ്ദേഹം കണ്ടെത്തിയത്? അതിന് അദ്ദേഹത്തിന്റെ പദവിക്ക് അനുസരിച്ച് സെക്യൂരിറ്റി നൽകിയ പട്ടാളക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അവരെ അപമാനിക്കാൻ ഇവൻ ആരാണ്? ഇവനൊരു കീടം.
ഒരു പുൽക്കൊടിയുടെ പോലും വിലയില്ലാത്ത ഒരു കീടം. അവരാണ് ഇത്രയും വലിയ നിലയിലുള്ള ആൾക്കാരെ പരിഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും. ഒരു കാര്യം ചെയ്യാം, ഈ പറയുന്ന പട്ടാളക്കാരെയൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് ഇവൻ ചെന്നിട്ട് ആ നാട് നന്നാക്കട്ടെ, ഇവൻ ഏറ്റെടുക്കട്ടെ. അവിടുത്തെ ആ ജനങ്ങളുടെ സുരക്ഷയും അവരുടെ ബാക്കിയുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ ഇവൻ പോയി ഏറ്റെടുക്കട്ടെ. ഇവൻ ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വളവളാന്ന് പറയാനല്ലാതെ ഒരു ചെറു വിരൽ കൊണ്ടെങ്കിലും ആ ജനതയ്ക്ക് ഒരു സഹായം കൊടുക്കാൻ ഇവന് കഴിയുമോ? ഒരിക്കലുമില്ല. അവരെയും കൂടി ആ ജനതയും കൂടി സഹായിക്കാൻ വരുന്നവരെ വിറ്റ് തിന്നാനല്ലേ ഇവന് കഴിയുള്ളൂ. എന്നിട്ട് അവന്റെ പേരിൽ ഇപ്പൊ കേസ് വന്നപ്പോൾ അവൻ ഓടി ഒളിച്ചു. ഇവന് ഇരുട്ടത്തിരുന്ന് ഈ പിന്നെ ഫോണിന്റെ മുമ്പിലോ ക്യാമറയുടെ മുമ്പിലോ ഇരുന്ന് വലിയ വലിയ ആളുകളെ കുറിച്ചും ലോകത്തിനും നമ്മുടെ ജനതയ്ക്കൊക്കെ നന്മ ചെയ്യുന്ന ആളുകളെ കുറിച്ചും ഒക്കെ വാതോരാതെ വൃത്തികേടുകൾ എഴുന്നള്ളിക്കാനല്ലാതെ ധൈര്യപൂർവ്വം ഒരു കാര്യത്തെ നേടാൻ ഇവന് കഴിയില്ല. മുമ്പും ഇതുപോലെ ഇവൻ ആരെ പറ്റിയോ പറഞ്ഞപ്പോൾ അയാൾ വീട് തേടി ചെന്ന സമയത്ത് ഇവൻ വീടിന്റെ ബാക്കിലൂടെ ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത്. അത്രമാത്രം ധൈര്യമുള്ളവനാണ്. അപ്പൊ ഇതുവരെ ലാലേട്ടൻ പ്രതികരിക്കാതിരുന്നപ്പോൾ ഇവൻ വിചാരിച്ചു ലാലേട്ടന്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാം, ഇനിയും ആരും പ്രതികരിക്കില്ല എന്നാ കരുതി. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. കാര്യം സീരിയസ് ആയതോടുകൂടി അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ സിദ്ദിഖ് കൊണ്ട് കേസ് കൊടുത്തു. പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ ഇവൻ മുങ്ങിന്നാ പറയുന്നത്. ഇത്രയും ഘോരം വാതോരാതെ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തെയും ലാലേട്ടനെയൊക്കെ പരിഹസിച്ചവൻ എന്താണ് തലയിൽ തീട്ടമാണ് ഇവന്മാരുടെ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. വളരെ വൃത്തികെട്ട ഭാഷയാണ് ഇവൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളവൻ അവന്റെ തലയിൽ എന്താന്ന് ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുക. അവനിപ്പോ ഓടുക, നെട്ടോട്ടം ഓടുക പോലീസിനെ പേടിച്ചിട്ട്. ഇങ്ങനെ പറയാൻ ധൈര്യമുള്ളവൻ പോലീസിനെയും കൂടി നേരിടണം. അല്ലാതെ ഇരുട്ടത്തിരുന്ന് ആരെങ്കിലുമൊക്കെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ട് ഓടി ഒളിക്കല്ല ചെയ്യേണ്ടത്. ഇപ്പൊ മനസ്സിലായില്ലേ അവൻ എന്താണെന്നുള്ളത്? അവൻ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് ലാലേട്ടനെ കുറ്റം പറയാ. ലാലേട്ടൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ജനതയ്ക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് പോയത്. ഇവൻ എന്താ കൊടുത്തത്? അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ളൊരു തുക കൊടുത്തു ദുരിതാശ്വാസ നിധിയിലേക്ക്. അത് കൂടാതെ അദ്ദേഹം നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖാന്തരം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി അത് കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണെന്ന് പറഞ്ഞു. ആ സ്കൂള് പുനർനിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പോയതുകൊണ്ട് സംഭവിച്ചത്, അവിടെയുള്ള ജനതയ്ക്ക് സംഭവിച്ചത്. അപ്പൊ അതൊന്നും വിലയിരുത്താതെ ഇവന് മുൻവൈരാഗ്യം എന്തോ ഉള്ളതുപോലെ ലാലേട്ടൻ എന്നൊരു പേര് കേട്ടതോടുകൂടി വായി തോന്നിയ വർത്താനൊക്കെ ഒരു ചാനൽ ഉണ്ടെന്ന് വെച്ച് പറയാം. ഇത് നല്ല പ്രവണതയല്ല. ഇനി ഇവനെ എങ്ങനെ വിടുന്നത് ശരിയല്ല. കാരണം ഇത് 1ഉം 2ഉം തവണയൊന്നുമല്ല ഇവനിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് പ്രോത്സാഹനമാവും ഇവനൊക്കെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ. കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം നമ്മുടെ ഇന്ത്യൻ ആർമീനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷ ഇവനെ ഉറപ്പാക്കണം. ഇവന് ജാമ്യമില്ലാത്ത രീതിയിൽ ഇവനെ അറസ്റ്റ് ചെയ്യണം. എന്നാലും മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാവുള്ളൂ. നാളെ വേറൊരുത്തരും ഇതുപോലെ വായി തോന്നിയ വർത്താനം പറയാൻ വരരുത്. മുഖമില്ലാത്ത ഏതൊക്കെയോ അവന്മാര് പല വീഡിയോയ്ക്ക് താഴെയും വന്നിട്ട് അവിടെ വർഗീയത ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പല തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മുഖമില്ലാത്ത ആൾക്കാരാണെന്ന് പറയാ. ഇവന്റെ മുഖം മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവൻ തക്കതായ ഒരു പണിഷ്മെന്റ് കിട്ടുമ്പോൾ മറ്റുള്ളവർ വന്ന് അടങ്ങിക്കോളും. ഒരു ജനത മുഴുവൻ ദുരന്തം അനുഭവിക്കുകയാണ്, ദുഃഖം അനുഭവിക്കുകയാണ്. അവരെ ആശ്വസിപ്പിച്ചില്ലെങ്കിലും വേണ്ട, അവരെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നവരെ പരിഹസിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദ ഇല്ലാത്ത ഇവന്റെ തലയിൽ എന്താണ്? ഇവൻ തന്നെ പറയുന്ന പോലെ മറ്റുള്ളവരുടെ തലയിൽ അതാണ് ഇതാണെന്ന് ഇവൻ പറയില്ലേ, അത് തന്നെയാണ് ഇവന്റെ തലയിലും. അത്രമാത്രം ചിന്താശക്തി ഇല്ലാത്ത ഇവൻ മറ്റുള്ളവരെ കുറ്റം പറയാൻ യോഗ്യനാണ്. ഇവന് ഇനി വിടരുത്. തീർച്ചയായിട്ടും ഇതുപോലെ കമന്റ് ഇട്ട ആളുകളുടെ വീട്ടിൽ കയറിയിട്ട് ആളുകൾ കൈവെട്ടി കാല് വെട്ടി തല്ലി ഒടിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, വളരെ മോശം കമന്റ് ഇട്ട ആളുകൾ. അതുപോലെ കൈകാര്യം ചെയ്യേണ്ട ഒരുത്തനാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്നവരും. കാരണം നമ്മുടെ ഇന്ത്യൻ ആർമി ഇല്ലെങ്കിൽ നമ്മൾ സുരക്ഷയോടെ നമ്മുടെ വീടുകളിലൊന്നും കഴിയില്ല. എല്ലാ കൊച്ചു കുട്ടികൾക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. അതിർത്തികളിലൊക്കെ രാവും പകലും അവരുടെ ജീവിതം ഹോമിച്ചുകൊണ്ടാണ്, അവരുടെ കുടുംബത്തെ മറന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി അവർ കാവൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സുരക്ഷയോടുകൂടി നമ്മുടെ വീടുകൾ കടന്നുറങ്ങുന്നത്. അതും കൂടി അറിയാത്ത ഇത്രയും വിവരം കെട്ട വിവരദോഷിയെ യൂട്യൂബ് ചാനലാണ് ആദ്യം എടുത്തു കളയേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം. അവിടെ കിടക്കട്ടെ വിചാരിക്കണം, പുറത്തിറങ്ങരുത്. അല്ലെങ്കിൽ നാട്ടുകാർ കൂടി ഇവന്റെ കയ്യും കാലും തല്ലി പിടിക്കണം, ഇനി ഇമാതിരി പ്രവൃത്തി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മുടെ നാടിന്റെ സുരക്ഷയും കൂടിയാണ് ഇവൻ ചോദ്യം ചെയ്തത്. പട്ടാളക്കാരെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ സുരക്ഷയും കൂടിയാണ് ഇവൻ ചോദ്യം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടനോടുള്ള അസൂയ തീർക്കാനുള്ള സന്ദർഭമായിട്ട് ഇവൻ ഇതിനെ വിനിയോഗിച്ചത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇപ്പോഴെങ്കിലും ഇവന്റെ പേരിൽ കേസ് കൊടുക്കാൻ കാണിച്ച ആ ഒരു സിദ്ദിഖിന്റെ നല്ല മനസ്സ് സമ്മതിച്ചതേ ഉള്ളൂ. കാരണം വേറെ ആരും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഇവൻ ലാലേട്ടനെ നിരന്തരം ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വീണമല്ലോ. അത് ശരിയായിട്ടുള്ള സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കറക്റ്റ് ടൈമാണ്.
അല്ലാതെ അദ്ദേഹം പിന്നെ പട്ടാള വേഷത്തിൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പട്ടാളക്കാർക്ക് എന്തുമാത്രം പ്രചോദനമായി എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഊർജം പകരാൻ ചെന്ന ഒരാളെ ഇത്തരത്തിൽ അപമാനിക്കുന്നതിന് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. അപ്പൊ അവന് എന്ത് ശിക്ഷ കിട്ടണം അത് ഉറപ്പിക്കാനുള്ള ഒരു നടപടിയാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും അവന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ നിന്നും ഒക്കെ ഉണ്ടാവേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം.